ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കൊടുതൂക്കി മലയെന്ന് പറഞ്ഞൊരു മലയാണ്. ഇത് നമ്മുടെ കാട്ടാക്കടയും ട്രിവാൻഡ്രത്തിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്പോട്ടാണ്. കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം നമുക്കൊരു 10 കിലോമീറ്ററിനുള്ളിലേക്ക് പോകാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ഈ കാണപ്പെടുന്ന ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറേണ്ടി വരും. ഓക്കെ, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് നിങ്ങൾക്ക് കയറാൻ പാടായിട്ടുള്ളവർക്ക് നമുക്ക് വേറൊരു വഴി നമുക്കിവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വരുന്നൊരു വീഡിയോ ആഡ് ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് നടന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഈ പോകുന്ന വഴി നമുക്ക് ചുറ്റും ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. ഫസ്റ്റ് കുറച്ച് ദൂരം നമ്മുടെ കുറച്ച് വീടുകളൊക്കെ കാണും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അടിപൊളി സ്പോട്ടിലേക്ക് എത്തുന്ന ഒരു ലെവലിലേക്ക് നമ്മളിത് കൊണ്ടെത്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർഫാൾസിലേക്ക് പോകണം. 2 സ്പോട്ടാണ് നമ്മളിതിവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി മെയിനായിട്ട് 2 3 സ്പോട്ട്, ക്ഷേത്രം, പിന്നെ നമ്മുടെ വാട്ടർഫാൾസ്, പിന്നെ മുകളിൽ നമ്മുടെ കൊടുതൂക്കി മലയും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കൊടുതൂക്കി മലയിലേക്കാണ് നമ്മുടെ ഈ പ്രയാണം. ഓക്കെ, ഇത് കുറേ പടികളുണ്ട്. പടികൾ നമ്മൾ കുറച്ച് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വിശ്രമിച്ചിട്ട് പയ്യെ കയറി പോവാം. പെട്ടെന്ന് ഇങ്ങനെ കൂടുതൽ യാത്ര പോകുന്നവർക്ക് വിശ്രമിക്കേണ്ട ആവശ്യം വരില്ല. നല്ല രീതിയിൽ അങ്ങ് വാക്ക് ചെയ്തൊരു ത്രൂ ഔട്ട് ആയിട്ട് അങ്ങ് പോവാം. ഓക്കെ, അരുവിപ്പുറത്ത് നമ്മൾ എത്തുമ്പോൾ താഴത്തെ ഒരു പ്ലേസ് നമുക്ക് ആദ്യം വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ വേണ്ടി പോകാം. പക്ഷേ നമ്മൾ മുകളിലേക്കൊരു കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ഇതുപോലെ നടക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്പോട്ടാണ്. വേണ്ട കുറച്ചിങ്ങനെ നല്ല സ്റ്റെപ്പുകൾ നടക്കുമ്പോൾ ചുറ്റും നല്ല കാടാണ്. ഈ കാട്ടിനുള്ളിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒത്തിരി കാഴ്ചകളുണ്ട്. കുറച്ച് നമ്മൾ നടന്നെത്തുമ്പോൾ തന്നെ ചുറ്റും വീടുകളൊക്കെ കുറവാണ് ഇവിടെ. അപ്പോൾ ഒറ്റയ്ക്ക് വരാതിരിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചിങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് ഇരിക്കാൻ വേണ്ടി ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണപ്പെടുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് കുറച്ച് സമയം ഇരുന്ന് നമുക്ക് വിശ്രമിക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് നമുക്ക് മുകളിലാണ് ക്ഷേത്രം വരുന്നത്. ക്ഷേത്രം ഉണ്ടാവും, പിന്നെ താഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ പ്ലേസൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് കുറച്ചുകൂടെ ടോപ്പ് എത്തിയിട്ടുണ്ട്. കുറേ നടക്കാനുണ്ട്. നടന്ന് കുറച്ച് ഒരു വേർത്തൊരു രസമാവും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് അരുവിപ്പുറത്തെ മുകളിലത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നടന്ന് നീങ്ങുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു വാട്ടർ അതോറിറ്റി ഒരു പമ്പ് ഹൗസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്. കണ്ട കുറച്ച് ദൂരം എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം കുറേ സ്റ്റെപ്പ് നടക്കാനുണ്ട്. ഇവിടെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒത്തിരി ഇങ്ങനെ നല്ലൊരു പ്രത്യേക കാറ്റുണ്ട്. 2 ഭാഗവും നിറച്ച് മരങ്ങളുള്ളതുകൊണ്ട് ഒരു പ്രത്യേക കാഴ്ചയാണ്. അതിനിടയ്ക്കൂടെ ഇങ്ങനത്തെ ഒരു പടികളിൽ കൂടെ നടക്കാൻ പറ്റുന്നത് ഒരു അവിസ്മരണീയമായിട്ടൊരു സന്ദർഭം തന്നെയാണ്. ഓക്കെ, വേണ്ട ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഇന്നത്തെ എക്സ്പ്ലോറേഷൻ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ എന്തോ പണികളൊക്കെ നടപ്പുണ്ട്. ഓക്കെ, എന്താ ഇവിടെ കാണിച്ചത്, ഇതിൻ്റെ കുറച്ചെന്തോ പുതിയ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, എന്തോ ബിൽഡിങ്സാണ്. ചിലപ്പോൾ ഇതെന്തെങ്കിലും കുടിവെള്ള പദ്ധതിക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് എന്തെങ്കിലും ക്ഷേത്രത്തിന് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം നടന്ന് ഞാനിതിൻ്റെ ടോപ്പ് എത്താറായിട്ടുണ്ട്. ടോപ്പ് എത്താറായപ്പോഴാണ് ഇവിടെ കുറച്ച് എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അത് ഇവിടെ ഒത്തിരി എന്തോ ജോലിയൊക്കെ നടപ്പുണ്ട്. അവരുടെ എന്തോ ക്ഷേത്രത്തിന് എന്തെങ്കിലും ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, എൻ്റെ സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു പ്രത്യേകത. നല്ല കാറ്റുണ്ട്, കണ്ട. വാ, ഏകദേശം ടോപ്പ് എത്തിയിട്ടുണ്ട്. ടോപ്പ് എത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. ഫുള്ള് തെങ്ങും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്കൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുറച്ച് ശാന്തമായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഒന്നേ നമുക്ക് രാവിലെ എത്താം, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 5 മണി ഒരു ടൈമിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ബ്യൂട്ടി ആയിരിക്കും. നമുക്ക് മുകളിൽ നമുക്ക് വണ്ടിയെല്ലാം വരും, കാറൊക്കെ വരും. നല്ല രീതിയിൽ നമുക്ക് വരുന്ന റോഡൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിന് മുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ അതുവഴി ഉള്ള കാര്യം അറിഞ്ഞത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി തന്നെ എത്തിയത്. നെക്സ്റ്റ് ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇനി മുകളിലേക്ക് കയറി അതുവഴി ജസ്റ്റ് ഒന്ന് വരാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഒരു കാഴ്ചയൊക്കെ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ വന്നൊന്ന് കാണുക. അവിടെ തൊട്ടടുത്തുള്ളവർ ചിലരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ ഒരു സ്പോട്ട് മെയിൻ ലൊക്കേഷനാണ്. ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് അവർ ചെയ്തിട്ടുള്ള കാണാനൊരു ഭംഗിയൊക്കെ ഒരു പ്രത്യേക എടുത്തു പറയേണ്ടതാണ് ഈ ഒരു സ്പോട്ടിനെ പറ്റി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടൊരു അടിപൊളി സ്പോട്ടാണ്. മിസ് ചെയ്യരുത്. എല്ലാവരും ഇതുവഴി പോകുന്നവർ ഉറപ്പായിട്ട് വരിക. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ നമുക്ക് മുകൾ ഭാഗത്ത് ഇവിടെ വരുമ്പോൾ നമുക്കിതിനെ കൊടുതൂക്കി മല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകൾ സ്പോട്ടാണ്. പണ്ട് നമുക്കിതിൻ്റെ താഴേക്ക് അവിടെ നിന്ന് ഒരു സ്പോട്ട് വഴി നമുക്ക് പോയി അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവർ അങ്ങോട്ട് പോകാൻ വേണ്ടി വിടുന്നില്ല.
സോ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ വ്യൂസ് അവിടെ നിന്ന് ആറിൻ്റെ ബാക്കി ഭാഗം അവിടെയാണ് നമുക്ക് വെള്ളച്ചാട്ടം പോകുള്ളത്. ആ പ്ലേസിൽ നമ്മളിന്ന് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് അവിടെ വേറെ ലൊക്കേഷനാണ് അത്. ഓക്കെ, പിന്നെ അങ്ങ് കുറച്ച് പള്ളിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ വൈകുന്നേരങ്ങളിലെത്തിയാൽ കുറച്ചുകൂടെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇത്ര നടക്കാൻ നമുക്ക് സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട്. ഞാൻ നടന്നാണ് വന്നത്. നടന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ബ്യൂട്ടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നടന്നെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതാ ഇവിടെ നിന്നിട്ടുള്ള വ്യൂസാണിത്. നമുക്കിനി അങ്ങോട്ട് നിന്നിട്ട് നമ്മളെ വ്യൂ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് നമ്മളിത് വീണ്ടും ബൈക്കൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി വാട്ടർഫാൾസിന് സ്പോട്ടുണ്ട്. ഓക്കെ, ഇവിടെ അല്പം ഡേഞ്ചറാണ്, പക്ഷേ നിങ്ങൾ അല്പം നീന്താനൊക്കെ അറിയാമെന്നുള്ളവർക്ക് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കുളിക്കാം. പക്ഷേ എപ്പോഴും നമ്മുടെ സേഫ്റ്റി കണക്കാക്കിക്കൊണ്ട് വേണം ഇവിടെയൊക്കെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുക. നീന്താൻ അറിയില്ലാത്തവരാണെങ്കിൽ നല്ല പാറയുടെ ഇടയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ആഴമുള്ള സ്ഥലങ്ങളൊക്കെ കാണും. സോ അതൊന്നും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എത്തുക. നല്ല ഒരു പ്രത്യേക ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് വലിയ ഡിസ്റ്റൻസില്ല. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിനകത്തൊക്കെ ഉള്ളൂ. കുറച്ച് കോളേജിൽ ഒത്തിരി പിള്ളേഴ്സൊക്കെ ഇവിടെ ഒത്തിരി വരാറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ക്ഷേത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഞാൻ ക്ഷേത്രം ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ക്ഷേത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തിരിച്ച് ഞാൻ പോകുന്ന വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ വേറൊരു വഴി നമ്മൾ പറഞ്ഞില്ലേ, ആ വഴിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന നമ്മുടെ അരുവിപ്പുറം ക്ഷേത്രം. നമ്മുടെ അവിടെ പ്രതിഷ്ഠയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മുടെ ആ ഒരു പ്ലേസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.